വിനായകൻ്റെയും ഫസ്റ്റ് പടം എൻ്റെ പടമാണ്. പിന്നെ ഞാൻ തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഷാനെ ഇനി നീ ആയിരിക്കും കേരളത്തിലെ ദി ബിസിയസ്റ്റ് കമ്പോസർ എന്നൊക്കെ വിനീത് എന്നോട് പറഞ്ഞ്. തട്ടം ഇറങ്ങി 1 മാസം കഴിഞ്ഞു വിനീത് വിളിക്കുന്നുണ്ട് എന്നോട്, അളിയാ എടാ ആരെങ്കിലും വിളിച്ചോ നിന്നെ? ഞാൻ പറയടാ ആരും വിളിച്ചോ, ഞാനാണ് കല്യാണം കഴിച്ചു ഇരിക്കുകയാണ്. അപ്പം പിന്നെ 2 മാസമായി. ഞാൻ പറഞ്ഞടാ ആരും വിളിക്കുന്നില്ലല്ലോ, ഇതെന്തോ പറ്റി, ഇനി പാട്ട് ആർക്കും ഇഷ്ടമായിട്ടില്ലേ? അപ്പോൾ വിനീത് പറഞ്ഞു, എടാ നീ എന്തോ ഈ പറയണേ, മുത്തുച്ചിപ്പി അതിനകത്തിന് വേളയിലേക്ക് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 3-ാം മാസം തൊട്ട് ഇവൻ എന്നെ വിളിച്ച് സമാധാനിപ്പിക്കാൻ തുടങ്ങി. ആ ലൈനിലേക്ക് പോയി. പടം ഇങ്ങനെ ഓടുന്നുണ്ട് തിയേറ്ററിൽ, പക്ഷേ ഇവൻ എന്നെ വിളിച്ചിട്ട് അളിയ നീ ടെൻഷൻ ആവണ്ട, ചിലപ്പോൾ ഓരോരുത്തരുടെ പ്ലാനിങ്ങിൽ ഉണ്ടാവുമായിരിക്കും എന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ. പക്ഷെ ആ സമയത്ത് വേറെ ആഡ് ഫിലിംസ് ഒക്കെ വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും പടം വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചിലപ്പോൾ ഒരു ഹിറ്റ്, അതിപ്പോൾ എത്ര വലിയ ഹിറ്റാണ്, ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് എത്ര വലിയ ഹിറ്റാണ് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പടം കിട്ടാൻ 9 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആ 9 മാസം കൊണ്ട് ഓക്കെ ഞാൻ ഗിവപ്പ് ചെയ്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പം അതാണ് എൻ്റെ. എന്നിട്ട് ഈ 9-ാമത്തെ മാസം 9 മാസം കഴിഞ്ഞപ്പോഴാണ് ഗിന്നസ് പക്രു ചേട്ടൻ ആദ്യമായിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നീ ഇതിൽ 2-3 പാട്ട് എനിക്ക് ചെയ്താ. ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ അമ്മേ. അപ്പോൾ പക്രു ചേട്ടൻ ഞാനും ഷോസിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും പക്രു ചേട്ടനും കൂടെ എനിക്കൊന്ന് കോട്ടയം സൈഡിലുള്ള ഏതോ ഒരു റിസോർട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ അവിടുന്ന് കഥ കേൾക്കുന്നതും. അവിടെ നിന്നാണ് പക്രു ചേട്ടൻ എന്നോട് പറയുന്നത്, എടാ ഒരു പയ്യനുണ്ട്, അവനിപ്പോൾ കോളേജ് പഠിക്കുകയാണ്, അവൻ്റെ പേര് വിനായക് ശശികുമാർ എന്നാണ്, അവൻ എഴുതും നന്നായിട്ട്, അപ്പം ഇതിൽ നീ അവനൊരു പാട്ട് കൊടുക്കണം. നമ്മൾ പിന്നെന്താ ഉറപ്പായിട്ടും കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ വിനായകനെ കാണുന്നതും. വിനായക് ഏറ്റവും ബിസിയസ്റ്റ് ലിറിസിസ്റ്റാണ് മലയാളത്തിലെ. അപ്പം അങ്ങനെയും ഒരു ഭാഗ്യം എനിക്കുണ്ടായി. സൂപ്പർ. ഇപ്പം ഞാൻ വഴി വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി വന്നേനെ അവൻ, അത്ര ഹീസ് ദാറ്റ് ടാലൻറ്റ്. അപ്പം അങ്ങനെ വിനായകൻ്റെ പേര് കണ്ടപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ. അങ്ങനെ കുറേ പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആഗ്രഹമായിരുന്നു ഷാൻ റഹ്മാൻ എന്നുള്ള കമ്പോസറിന് പാടണം എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ചേട്ടൻ രാജാകൃഷ്ണന് എൻ്റെ ഒരു ഡെമോ ഞാൻ ഔസേപ്പച്ചൻ സാറിന് കൊടുക്കാൻ വേണ്ടി 2-3 പാട്ടുകൾ ചെയ്തു വെച്ചിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് അൺപ്ലഗ്ഡ് കൂടി ഞാൻ ചെയ്തു വെച്ചു. അങ്ങനെയാണ് ഷാനിക്കക്ക് ഞാൻ ചേട്ടൻ വഴി അയക്കുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോളുണ്ട്, ഈ പയ്യനെ എനിക്ക് പാടിക്കണം. നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അല്ല കാരണം അങ്ങനെയാണ് ഇവൻ പാടുന്നത്. എന്നാൽ പോലും അത് വിളിക്കാനുള്ളൊരു മനസ്സും വേണമല്ലോ. അപ്പം അത് എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. അത് ടാലൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന് മറ്റൊരു ആർട്ടിസ്റ്റിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ജയഹരിയുടെ പവിഴമഴ കേട്ടിട്ട് ഭ്രാന്തായിട്ടാണ് ഞാൻ ജയഹരി വിളിക്കണത്. എന്തുവാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, നമ്പർ എവിടുന്നോ ഞാൻ തപ്പിയെടുത്തു. എന്നിട്ട് ഞാൻ ജയചേട്ടൻ അതിനെപ്പറ്റി പറയും, എടാ ഷാനിക്ക് എന്നെ വിളിച്ചു, ആരും വിളിച്ചില്ല, ഇദ്ദേഹം വിളിച്ചത്. ഞാൻ റേഡിയോയില്ല ഞാൻ കേൾക്കണേ ഈ പവിഴം. ഞാൻ ഇത് എന്തൊരു കമ്പോസിഷൻ, എന്ത് രസമാണ്. കാരണം ഒരു ഭയങ്കര വെസ്റ്റേൺ ഫീലും ഉണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മുടെ കോർ മെലഡി അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഒരു സംഗമം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നി എനിക്ക് ആളെ വിളിച്ച് സംസാരിക്കണം. അങ്ങനെ നമ്പർ എവിടുന്നോ തപ്പിയെടുത്ത് ഞാൻ വിളിച്ചു. നമ്മൾ എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ല. ശരി എന്നാ വെക്കട്ടെ. ഇതുപോലൊരു പാട്ട് അതിരനിലുണ്ട്, നീറും നെഞ്ചുടുക്കി ജയചന്ദ്രൻ സാറ് പാടിയ. അദ്ദേഹത്തിന്റെ മെലഡീസ് എനിക്ക് ജയചേട്ടൻ്റെ ഭയങ്കര സ്ട്രോങ് മെലഡീസ് സൂപ്പറാണ്. ഇടയ്ക്ക് ഒരു പടങ്ങളൊക്കെ ചെയ്യുള്ളൂ, അധികം മൂവീസ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ ചെയ്ത വർക്ക്സ് ഒക്കെ അടിപൊളി സൂപ്പറാണ്. അതുപോലെ തന്നെ ഇത് രസമായിട്ടാണ് ജയചേട്ടൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മെലഡീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പാടിയ പവിഴമഴ ഇതൊക്കെ ജയഹരിച്ചേട്ടനാണ് ചെയ്തത്. ഞങ്ങൾ കൊച്ചിലെ എനിക്കറിയാം, എൻ്റെ ഇപ്പം ഇവൻ്റെ പ്രായം തൊട്ടേ എനിക്ക് ജയഹരിച്ചേട്ടനെ അറിയാം. അയ്യോ കൊച്ചിലെ എൻ്റെ അമ്മൂമ്മയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു ജയഹരിച്ചേട്ടൻ. അപ്പോൾ അന്നത്തെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ജയഹരിച്ചേട്ടൻ, നമ്മുടെ സിംഗർ സൂരജ് സന്തോഷ്, പിന്നെ സജ്ന വിനീഷ്, ഇവരൊക്കെ ആയിരുന്നു സ്റ്റുഡൻസ് അന്നത്തെ സമയത്തൊരു അമ്മൂമ്മയുടെ മെയിൻ സ്റ്റുഡൻസ് ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഇവനെ പോലെ ഞാനിങ്ങനെ ഓടി നടക്കും. അപ്പോൾ ജയഹരിച്ചേട്ടൻ ഈ ഫിലിമിലൊക്കെ കയറിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എന്തെങ്കിലും ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം. ചേട്ടനും പറഞ്ഞു, ഇവിടെ നമുക്കൊരെണ്ണം ഒരു സോങ് വരുമ്പോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞ് 2-3 പ്രോജക്ട്സ് വന്നു പോയി. പക്ഷേ അതിരൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, ഹരി നമുക്കിത് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാനും പുള്ളിയും വർക്ക് ചെയ്ത സോങ് ആയിരുന്നു പവിഴമഴ.
അതിനുശേഷം വർക്ക് ചെയ്ത സോങ്ങാണ് ശ്വാസം. ഈ മൂവിയിൽ 2 പാട്ട് പാടാൻ പറ്റി. നല്ല ബ്യൂട്ടിഫുൾ സോങ്സാണ് പുള്ളി ചെയ്യുന്നതൊക്കെ.